പെന്തക്കോസ്തുകാർ നമ്മൾ സ്ത്രീകളെയൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ സ്വർണം ആഭരണങ്ങൾ കാത് കുത്തത്തില്ല, മാലയിടില്ല, വളയിടില്ല, ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ലൈഫിലേക്കാണ് ഇവർ പോകുന്നത്. പക്ഷേ ഈ പാസ്റ്റേഴ്സ് പറയുന്നു ഈ ആഡംബരമായിട്ടുള്ള ജീവിതം അവർക്ക് ബുദ്ധിമുട്ടാണ്, അത് ശരിയല്ല എന്നൊക്കെ പറയുമ്പോഴും ഈ പാസ്റ്റേഴ്സിൻ്റെ കയ്യിലിരിക്കുന്നത് ഐഫോണും അവർ വന്നിറങ്ങുന്നത് ഇന്നോവ ക്രിസ്റ്റയിലും അതുപോലെ ആഡംബരമായിട്ടുള്ള വീടുകളിലും, അത് ഈവൻ ഫുഡിങ്ങിലാണെങ്കിൽ പോലും തന്നെ വലിയൊരു മെനു ഒക്കെ ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സി ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നതുമായി അതിലെന്ത് ലോജിക്ക് ആക്ച്വലി ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ആക്ച്വലി ക്രിസ്ത്യാനിറ്റിയിൽ ഈ ആഭരണങ്ങൾ ഒഴിവാക്കാൻ എങ്ങും പറഞ്ഞിട്ടില്ല. അതായത് ആഭരണങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ധരിക്കാം. അതായത് അതിനെ നിങ്ങളൊരു സൗന്ദര്യവർദ്ധനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തുവായിട്ട് കാണുവാണെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റാണ്. കാരണം ദൈവം തന്നിരിക്കുന്ന ഒരു സൗന്ദര്യമുണ്ട്. അതിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ മേക്കപ്പോ ലിപ്സ്റ്റിക്കോ അല്ലെങ്കിൽ ആഭരണങ്ങളോ എന്ത് ധരിച്ചാൽ പോലും അത് എതിർപ്പല്ല, അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവില്ല. അത് നിങ്ങളുടെ നാച്ചുറലി എങ്ങനെയാണോ അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ പെന്തക്കോസ്തുകാർ എന്തുകൊണ്ട് ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ശ്രദ്ധിക്കുക. മുസ്ലിം ആണെങ്കിൽ തട്ടവിടും, ഹിന്ദു ആണെങ്കിൽ ചരട് കെട്ടും, സിന്ദൂരം ഇടും, കുറിയിടും. പക്ഷേ ക്രിസ്ത്യൻസ് ആണെങ്കിൽ പെന്തക്കോസ്തും എല്ലാ ക്രിസ്ത്യൻസും ഒരുപോലെ ഇരിക്കും, വ്യത്യാസമില്ല. അപ്പം ആഭരണമില്ലാത്ത ഒരു ക്രിസ്ത്യാനിയെ കണ്ടാൽ, ഒരു സ്ത്രീയെ കണ്ടാൽ ആ സ്ത്രീയെ തിരിച്ചറിയാൻ എളുപ്പമാണ്, അവൾ പെന്തക്കോസ്താണ്. ഇതിനൊരു ഹിസ്റ്റോറിക്കൽ, എൻ്റെ അറിവിലൊരു ഹിസ്റ്റോറിക്കൽ ഒരു സ്റ്റോറി ഉണ്ട്. അതായത് പണ്ട് നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലെ ഹിന്ദുസ് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അത് പാവപ്പെട്ടവരായിട്ടുള്ള താഴ്ന്ന ജാതിയിലായിരുന്നു വിശ്വസിച്ചിരുന്നത്. അങ്ങനെയുള്ള ആളുകളുണ്ടായിരുന്നു. അവർ പാടത്ത് പണിയെടുക്കുന്ന വെറും നിസാര കൂലിക്ക് ജോലി ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. അവർക്ക് ചിലപ്പോൾ ശമ്പളമായിട്ട് കിട്ടുന്നത് ചിലപ്പോൾ ഒരുപാട് അരിയായിരിക്കും, സാലറി കിട്ടില്ല, അതായത് ഇന്നത്തെ പോലത്തെ വേതനം കിട്ടില്ല. അപ്പോൾ ആ ദിവസക്കൂലി കിട്ടാതെ വരുമ്പോഴത്തേക്ക് ഇവർ ചോദിക്കുമ്പം ജന്മിമാർ ഇവരെ ആട്ടിപ്പയ്ക്കും. പിന്നെ ഇവർ വേറൊരു നാട്ടിൽ ജോലി ചെയ്യാൻ പോയാലോ ഇവന്റെ പേര് ചിലപ്പോൾ പാണെന്നായിരിക്കും, ആ ഒരു പേരായിരിക്കും. അപ്പോൾ ഈ അങ്ങനത്തെ ജാതി വ്യവസ്ഥാപരമായിട്ടുള്ള പേരുകളുണ്ടായിരുന്നു. അപ്പോൾ ഇവര് ക്രിസ്ത്യാനിറ്റി ഇവിടെ വന്നതിന് ശേഷം ഇവര് അബ്രഹാമും മത്തായിയും ജോണും യോഹന്നാനും അവറാച്ചനും ഇവരൊക്കെ പേര് മാറി. പണ്ടത്തെ ആ പേരിൽ നിന്ന് മാറി ഇവർ ക്രിസ്ത്യൻ പേരുകൾ സ്വീകരിച്ചപ്പോൾ ഇവരുടെ ജാതി തിരിച്ചറിയാൻ പറ്റാതെ. അപ്പൊ അവർക്ക് എന്ത് പറ്റും? ഇവരുടെ നാട്ടിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഇവരെ തിരിച്ചറിയാൻ എളുപ്പമാണ്. കാരണം അവരുടെ സ്കിൻ ടോണോ അല്ലെങ്കിൽ അവരുടെ നല്ല ഡ്രസ്സുകൾ ഇടാത്തത് കൊണ്ടൊക്കെ അവർക്ക് തിരിച്ചറിയാൻ എളുപ്പമാണ്. അപ്പോൾ അവരുടെ കയ്യിലുള്ളതെല്ലാം വിറ്റുപെറുക്കി അവരെന്ത് ചെയ്യും? പുറത്തോട്ട് പോകും.